മടക്കമില്ലാത്ത ലോകത്തേക്ക് ഒരിക്കലും ഈ സ്കൂളിലേക്ക് മിഥുനിനി മടങ്ങി വരില്ല. തിങ്കളാഴ്ച വീണ്ടും ഈ സ്കൂളിൽ വരേണ്ടതായിരുന്നു. അവൻ ഫുട്ബോൾ ടീമിൽ സെലക്ട് ചെയ്യപ്പെട്ടു. മികച്ച ഫുട്ബോൾ കളിക്കാരനാണ് അവൻ. NCC അവൻ അംഗമായിരിക്കുന്നു. അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത്. അവൻ NCCയിൽ അംഗമായിരിക്കുന്നു. അങ്ങനെ എല്ലാത്തിനും മുന്നിൽ നിന്ന, എന്തിനും മുന്നിട്ടിറങ്ങുന്ന പ്രകൃതമുള്ള ആ കുട്ടി, മിടുക്കനായൊരു വിദ്യാർത്ഥി. അവൻ്റെ ജീവിതയാത്ര, അവൻ്റെ സ്വപ്നങ്ങളൊക്കെ പാതി വഴിയിൽ അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. അവൻ പഠിച്ച സ്കൂളിൽ നിന്ന് അവൻ വളരെ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന ഈ സ്കൂൾ കവാടത്തിലൂടെ അവൻ നിശ്ചേതനായി ഇവിടെ നിന്ന് മടങ്ങുന്നു. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയിലേക്ക്, അവൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഇനി അവൻ പോകുന്നത്. ആ വീടിനെ, ആ നാടിനെ, ആ നാട്ടുകാരെ, വീട്ടുകാരെ എങ്ങനെ ആശ്വസിപ്പിക്കും, ആർക്കവരെ സമാധാനിപ്പിക്കാൻ കഴിയുമെന്നും പറയാൻ കഴിയില്ല. അത്തരമൊരു അവസ്ഥയിലേക്കാണ്, വൈകാരികമായ രംഗങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ അമ്മ തൻ്റെ മകനെ അവസാനമായി കാണാൻ വേണ്ടി മറ്റൊരു നാട്ടിൽ നിന്ന് ഏതാണ് ആ അമ്മ ഇതെങ്ങനെ സഹിക്കും, അച്ഛനും സഹോദരനും എങ്ങനെ സഹിക്കുമെന്നൊക്കെയുള്ളത് ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ആർക്കും മറുപടി പറയാൻ കഴിയാത്ത ചോദ്യമാണിപ്പോൾ. മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ആണ് പുരോഗമിക്കുന്നതെന്ന് തോന്നുന്നു. അല്പസമയത്ത് ഇവിടെ നിന്ന് മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റും. അവിടെ നിന്ന് അവൻ വീട്ടിലേക്ക്, മിഥുൻ്റെ പ്രിയ വീട്ടിലേക്ക്, അവരേറ്റവും സ്കൂൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ ഏറ്റവും അധികം സന്തോഷം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് അവൻ ഒരിക്കലും അവൻ വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് അവൻ എത്തുകയാണ്. ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവൻ അവിടെയും ഉണ്ടാവുക. അവൻ്റെ വീട്ടുകാർക്കൊപ്പം, അവൻ്റെ നാട്ടുകാർക്കൊപ്പം, അവൻ്റെ സഹോദരനൊപ്പം അവൻ ഉണ്ടാവുക. ഏതായാലും അതീവ ദുഃഖാർദ്രമായ, ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് തേവലക്കര ഗ്രാമം മാറുകയാണ്. അവൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ തുടങ്ങുന്നു. ആംബുലൻസിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയാണ്. മിഥുൻ വിട പറയുകയാണ്. മിഥുൻ യാത്ര പറയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ആ സ്കൂളിനെ, മണ്ണിനെ, ഇവിടെ ഓടിക്കളിച്ച് പഠിച്ചു വളരാൻ വന്ന സ്കൂളാണ്. ഈ മണ്ണിനോട് അവൻ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നിരിക്കണം. ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ അവൻ ഈ സ്കൂളിൻ്റെ പൊന്നോമനയായി മാറിക്കഴിഞ്ഞു. കൂട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. അധ്യാപകരുടെ ഇഷ്ട വിദ്യാർത്ഥിയായി മാറിക്കഴിഞ്ഞു. ഫുട്ബോൾ കളിക്കാരനാണ്, ചിത്ര വരയ്ക്കുന്നവനാണ്. അവൻ NCC പോലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിൽ തൽപരനാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മികച്ച വിദ്യാർത്ഥിയായി, ഒരു മികച്ച പൗരനായി വളർന്നു വന്ന ഒരു കുട്ടി അവൻ്റെ ജീവിതം, അവൻ്റെ യാത്ര പാതി വഴിയിൽ അവസാനിപ്പിക്കുകയാണ്. അവൻ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. മിഥുൻ ഈ സ്കൂളിൽ നിന്ന്, അവൻ്റെ വിദ്യാലയത്തിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. മറ്റൊരു പ്രിയ ഇടം, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും സ്നേഹം കിട്ടിയ, അവന് വളർന്ന ഒരു ഇടത്തേക്ക് അവൻ മടങ്ങുന്നു. പിന്നെ ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത ഒരു മടക്കത്തിലേക്ക് കൂടി മിഥുൻ പോവുകയാണ്. മിഥുൻ്റെ അന്ത്യയാത്രയാണിത്. മിഥുൻ പഠിച്ച സ്കൂളിൽ നിന്ന് അവൻ കളിച്ചിരികളോടെ നടന്നിരുന്ന, കൂട്ടുകാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന, പഠിച്ചിരുന്ന വിദ്യാലയമുറ്റത്ത് നിന്ന് അവസാനമായി പടിയിറങ്ങുന്നു. ഇനിയൊരിക്കലും തിരിച്ചു വരില്ല ഈ സ്കൂളിലേക്ക് മിഥുൻ എന്ന വിദ്യാർത്ഥി. അതെല്ലാവരും ഉൾക്കൊള്ളുന്നു. ഈ യാത്രയേപ്പ് ആരും ആഗ്രഹിച്ചിരുന്നില്ല. അവനേറെ ഇഷ്ടപ്പെട്ട് NCCയുടെ കൂടി ഭാഗമാകണമെന്ന് ആഗ്രഹിച്ച് ഈ സ്കൂളിലേക്ക് ഈ അധ്യയന വർഷം ആണ് എത്തിയത്. ദിവസങ്ങൾ കൊണ്ട് തന്നെ മിഥുൻ അവിടുത്തെ അധ്യാപകരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി മാറിയിരുന്നു. കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. പഠനേതര വിഷയങ്ങളിൽ സജീവമായിരുന്നു. ഫുട്ബോൾ കളിക്കുമായിരുന്നു. കൂട്ടുകാരോടൊപ്പം ഇൻ്റർവെൽ സമയത്തെല്ലാം കളിചിരികളായി നടന്നിരുന്ന, ആ വരാന്തയിലൂടെ നടന്നിരുന്ന മിഥുൻ അവിടെ നിന്ന് യാത്രയാകുന്നു. ഇനി ഈ സ്കൂൾ മുറ്റത്തേക്ക് മിഥുൻ ഇല്ല. അവൻ്റെ പാദസ്പർശം ഇനി ഈ സ്കൂൾ മുറ്റത്ത് ഉണ്ടാകില്ല. അവൻ്റെ കളിചിരികൾ ഉണ്ടാവില്ല. ബഹളങ്ങളോ ആർപ്പുവിളികളോ ഒച്ചപ്പാടുകളോ ഒന്നുമില്ല. നിശബ്ദനായി ചേതനയറ്റ് മിഥുൻ ആ സ്കൂളിൽ നിന്ന് വിട പറയുകയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുന്നു. സുഹൃത്തുക്കളോട് വിട പറയുന്നു. ഉറ്റവരോട് വിട പറയുന്നു. ഇന്നലെ വരെ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയിരുന്ന അധ്യാപകരോട് അവൻ വിട പറയുന്നു. അനധ്യാപകരോട് യാത്ര പറയുന്നു. അങ്ങനെ മിഥുൻ പഠിച്ച സ്കൂളിൽ നിന്ന് അവസാന യാത്ര. ഒരുപക്ഷെ രാവിലെ 9 മണിക്ക് വന്ന്
സ്കൂൾ വിട്ട് 4 മണിക്ക് ശേഷം എല്ലാ ദിവസവും മടങ്ങാറുള്ള മിഥുൻ, കൂട്ടുകാരോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം കളിചിരികളുമായി മടങ്ങാറുള്ള മിഥുൻ ഇന്ന് യാത്രയാകുമ്പോൾ ഒരു നാട് ഒന്നടങ്കം മിഥുനെ യാത്രയാക്കാൻ ആ സ്കൂളിലേക്ക് ഓടിയെത്തിയിരുന്നു. രാവിലെ നിലയ്ക്കാത്ത മഴയത്തും നിരവധി ആളുകൾ ആയിരുന്നു മിഥുനെ കാണാൻ വേണ്ടി എത്തിയിരുന്നത്. അവരിൽ പലരും ഇപ്പോഴും ആ സ്കൂളങ്കണത്തിൽ നിന്ന് തിരിച്ചു പോയിട്ടില്ല. ഈ സ്കൂളിനോട് വിട പറയുമ്പോൾ ആ യാത്രയയപ്പിൻ്റെ ഭാഗമാകാൻ അവരും അവിടെ തടിച്ചുകൂടി നിൽക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു യാത്രയയപ്പ് ഒരു വിദ്യാർത്ഥിക്കും നൽകേണ്ടി വന്നിട്ടുണ്ടാകില്ല തേവലക്കര സ്കൂളിന്. അത്രമേൽ സങ്കടക്കാഴ്ചയാണ് സ്കൂളിൽ ഉള്ളവരുടേത്. അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ വിങ്ങിപ്പൊട്ടുന്ന സാഹചര്യം ആണ് ഉള്ളത്. അവിടെ നിന്നവൻ അവസാന യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. ഇത് സ്കൂൾ വിട്ടു പോകുന്നതല്ല, സ്കൂൾ വിട്ട് ക്ലാസ് കഴിഞ്ഞ് പോകുന്നതല്ല, ഇനിയൊരിക്കലും മടങ്ങി വരില്ല എന്ന് പറഞ്ഞാണ് മിഥുൻ ആ സ്കൂളിൽ നിന്ന് യാത്രയാകുന്നത്. അവനെ യാത്രയയക്കാൻ എല്ലാവരും എത്തി നിൽക്കുന്നു. സ്കൂളങ്കണത്തിൽ അങ്ങനെ തിരിച്ചു വരാത്ത ഒരു യാത്ര, ഇനി ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയിലേക്ക് മിഥുൻ പോകുന്നു. ആ സ്കൂളങ്കണത്തിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് പുറപ്പെടും. മൃതദേഹം ആംബുലൻസിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ഇനി മിഥുൻ്റെ വസതിയിലേക്കാണ്, മിഥുൻ്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചിരുന്ന വസതിയിലേക്ക്. അവിടുത്തെ ചുവരുകളിൽ ഇപ്പോഴും മിഥുൻ വരച്ച ചിത്രങ്ങൾ, അവൻ്റെ സ്വപ്നങ്ങൾ എത്രത്തോളം ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളെ കാണുന്നത് തേവലക്കര സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്. അവിടെ യാത്രയയപ്പ് നൽകുകയാണ് മിഥുൻ യാത്ര പറയുന്നു തൻ്റെ പ്രിയപ്പെട്ട സ്കൂളിനോട്, താൻ കളിച്ച് ചിരിച്ച് വളർന്ന സ്കൂൾ മുറ്റത്തോട്, തന്നെ പഠിപ്പിച്ച അധ്യാപകരോട്, ഒപ്പം സ്കൂളിൽ ഉണ്ടായിരുന്ന സഹപാഠികളോട് മിഥുൻ യാത്ര പറയുകയാണ്. മിഥുനെ യാത്രയയക്കുകയാണ് അവർ ഒന്നടങ്കം. ഇന്നലെ വരെ മിഥുൻ ഈ സമയത്ത് 1 മണിയാകുന്നു സമയം, ഇൻ്റർവെൽ സമയമാണ്, കൂട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കേണ്ട സമയം, അതിനുശേഷം കളിചിരികളിൽ മുഴുകേണ്ട സമയം, ഒരല്പസമയം സ്കൂൾ മുറ്റത്ത് കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിക്കേണ്ട സമയം. ആ സമയത്താണ് മിഥുൻ യാത്രയാകുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ കാണാം. മിഥുൻ ഇനി ആ സ്കൂളിലേക്കില്ല. ആ സ്കൂളിൻ്റെ പ്രധാന കവാടം കടന്ന് ആംബുലൻസ് മുന്നോട്ട് പോകുന്നു. മിഥുനെ എല്ലാവരും യാത്രയാക്കുന്നു. ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല, അവർക്ക് വാക്കുകളില്ല. മനസ്സ് നിറയെ എങ്ങനെയാണ് യാത്രയയക്കേണ്ടത് എന്ന് അറിയാത്ത ജനതയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിഥുൻ സ്കൂൾ വിട്ടു പോകുന്ന ആ പാതയിലൂടെയാണ് ആംബുലൻസ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത് പക്ഷേ അവൻ്റെ ചേതനയറ്റ ശരീരവുമായിട്ടാണ്. ഇന്നലെ വരെ മിഥുൻ നടന്നുപോയ ആ പാതയിലൂടെ, അതേ വഴിയിലൂടെയാണ് മിഥുൻ്റെ മൃതദേഹവുമായി ആംബുലൻസ് വീട്ടിലേക്ക് പുറപ്പെടുന്നത്. അല്പസമയം